കേരള പോലീസ് അസോസിയേഷന്റെ 38ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം 27-ന് കായംകുളത്ത് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള പോലീസ് അസോസിയേഷന്റെ 38ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം 27-ന് കായംകുളത്ത് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പോലീസ് സംഘടനകളുടെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് 38ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കായംകുളം വനിതാ പോലീസിലെ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ സംഘടന തീരുമാനിക്കുകയും ആ ബോധവൽക്കരണ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊച്ചുനാൾ മുതൽ 1ാം ക്ലാസ് തൊട്ട് ഇന്നുവരെയും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് വളരെ ചുരുക്കമാണ്. വലിയ മുതിർന്ന ആൾക്കാർ പോലും കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നതും കാണിച്ചു തരുന്നതും നമ്മുടെ മക്കളാണ്. നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണത്. അവർ ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കതൊരു അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് നമ്മളത് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആ മൊബൈൽ ഫോണിലൂടെ തന്നെ നമ്മളെ തട്ടിപ്പിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ബോധവൽക്കരണ ക്ലാസ് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ ബിന്ദുരാജ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 വരെ നമ്മളെ ക്യാമ്പസിലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, മൊബൈൽ ഫോൺസ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ ക്യാമ്പസ് എന്നുള്ള ബോർഡ് ഞാൻ പല സ്ഥലത്തും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം 2020 കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ക്ലാസ് എടുത്തിരുന്നത് മൊബൈൽ ഫോൺ വഴിയാണ്. ആ സമയത്ത് ഫോൺ ഇല്ലാത്ത കുട്ടികൾക്ക് പോലും ഞങ്ങൾ സ്റ്റാഫ് ക്ലബ് വഴിയും PTA വഴിയും എല്ലാം ഇത് ഉപയോഗിച്ച് നമ്മൾ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാൻ ഇതുപോലത്തെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത വീടുകളിൽ നിന്നുള്ള കുട്ടികൾ നമുക്ക് പോളിടെക്നിക്കിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 2021 ഒക്ടോബർ, എനിക്ക് തോന്നുന്നു 2022 തുടങ്ങിയപ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വന്ന്. പക്ഷെ എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഫോൺ നിങ്ങളെ പഠിത്തത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതല്ലാതെ വഴി. പോലീസ് സബ് ഇൻസ്പെക്ടറും സൈബർ വിദഗ്ധനുമായ ശ്യാംകുമാർ എസ് ക്ലാസ് നയിച്ചു. സാധാരണയായ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും അവരറിയാതെ അവരുടെ കയ്യിലുള്ള ബിലോങ്ങിങ്സ്, അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള പോലെ തന്നെ ഇപ്പൊ ലോൺ ആപ്പ് എല്ലാവരും കാണുന്ന, സാമ്പത്തികമായി പെട്ടെന്ന് നിങ്ങളൊക്കെ തന്നെ പല വിധത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാ. സാമ്പത്തികത്തിന്റെ ഉച്ചനീചത്വങ്ങളിൽ മുകളിൽ നിൽക്കുന്നവരുണ്ടാവും. സ്വന്തം ഹോസ്റ്റൽ ഫീ പോലും അടയ്ക്കാൻ കഴിയാതെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവരുണ്ടാവും. സ്വന്തം കൂട്ടുകാരി ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്കൊരു നാരങ്ങ മിഠായി കഴിക്കണമെന്ന് ചോദിച്ചാൽ അത് കഴിക്കാൻ പോലും സാമ്പത്തികം നിലനിൽക്കാത്ത കുട്ടികളും ഈ കൂട്ടത്തിലുണ്ടാവുമെന്നൊരു സംശയം വേണ്ട. നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്നവരാ. എല്ലാവരും കോടീശ്വരന്മാരല്ല, ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അദാനിയെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റ് പ്രമുഖരായ റിലയൻസ് ഗ്രൂപ്പ് എന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെയായിരുന്നു എല്ലാവരും കോടീശ്വരന്മാരായതിന്. അപ്പോൾ വിഭിന്നങ്ങളായ, അപ്പോൾ നമ്മുടെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജികുമാർ ആർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സന്തോഷ് എസ് സ്വാഗതം പറഞ്ഞു. കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ്, ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ അരുൺ കൃഷ്ണൻ, കൺവീനർ ഇക്ബാൽ, പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.